അടുപ്പും കര കയറിയിരുന്ന പിന്നെ അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് 2 കോഴിക്കാല് കറി വെക്കാം. സാധാരണ ഉണ്ടല്ലോ ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ ഇച്ചിരി ആയിട്ട് കറി വെക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ കിച്ചാമണി മത്തായി അമ്മച്ച് മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് അധികം അങ്ങനെ ഭക്ഷണം വേണത്തുണ്ട്. ഒരു കോഴി വാങ്ങിച്ചാൽ മതി. അപ്പോൾ 3-4 ഒരു പാക്കറ്റ് ചിക്കൻ വാങ്ങിച്ചിട്ട് കാല് മാത്രമായിട്ട് കറി വെക്കാം. പെട്ടെന്ന് നമുക്ക് കറി വെക്കാൻ പാകത്തിന് കുറച്ച് പോരെ. ഇപ്പോൾ നമുക്ക് ചിക്കൻ നമുക്ക് പെട്ടെന്ന് കറി വെക്കാൻ നോക്കാം. അതിനുണ്ടല്ലോ ഇത് ഇത്രയും എന്താ പറയുക, കുറച്ച് 2-3 സവാള എടുത്ത് 2 പച്ചമുളക്, ഇത് കാന്താരിയാണ് കേട്ടോ. ഇത് പച്ചമുളക് കീറിയിട്ടു, 2 തക്കാളിക്ക, ഒരു ശകല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം വഴറ്റിക്കൊണ്ടുവരാവേ. എനിക്കുണ്ടല്ലോ പനിയാണ്. ഇന്നലെ മുതൽ എൻ്റെ കിച്ചാമണി വഴക്കുണ്ടാക്കാമേ കോഴിയും കപ്പയും വയ്ക്കാം, കപ്പയും കോഴിയും വയ്ക്കാതെ. അപ്പോൾ കപ്പയും മാറ്റുന്നത് രാവിലെ. അപ്പോൾ എല്ലാവരും വെച്ചേക്കാന്ന് വെച്ചു. ഇതുണ്ടോ അതിനൊന്നും ഞാൻ എടുക്കുന്ന മസാല ശകലം മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ചിക്കൻ മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഇച്ചിരി മസാല. ഇത്ര സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് ചൂട് അതിനകത്ത് കറി വേണം കേട്ടോ. അതിലേക്ക് മൂപ്പിച്ചെടുക്കാം. അതുകൊണ്ട് തൊട്ട് ചുപ്പങ്ങ് കിടക്കും. ഉപ്പിട്ടിടുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ മൂത്ത് വയ്ക്കും. നമ്മൾ സവാളൊക്കെ ഏകദേശം മൂപ്പില്ലേ. ഇന്നത്തെ നമുക്ക് ഇഞ്ചിയും എടുത്തിട്ടുള്ള പേസ്റ്റ് നമുക്ക് ചേർത്ത് വെക്കാതെ ഒത്തിരി ചാറൊന്നുമില്ലാതെ ആയിട്ട് എടുക്കുന്നത്. പെരളം പരുവത്തില്ല, ഒത്തിരി ചാറൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് ഏകദേശം നന്നായിട്ട് ഇതായി കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് മസാലക്കൂട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് മൂപ്പിച്ചെടുക്കാതെ മസാല നട്ട് മൂക്കുമ്പോൾ തക്കാളിക്ക് വെള്ളം ഇട്ട് കൊടുക്കുക. തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇറച്ചിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മുളച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അത്ര ഇറച്ചിട്ട് കൊടുക്കുക. നമ്മുടെ തക്കാളിയും മൂത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. അതിനകത്ത് ഞാൻ മസാല പൊട്ടി വെച്ചിട്ട് ഒരു ശകലം വെള്ളം ഇതല്ലോ, ചെറിയ വെള്ളത്തിൽ ഒരു ശർക്കര അര കപ്പ് വെള്ളം അത്ര മതി കേട്ടോ. ചിക്കൻ മസാലയൊക്കെ പൊതിഞ്ഞ് വെച്ച് ഇരിക്കുവാണ്. ഇതിവിടെ ഇങ്ങനെ നിന്ന് വേഗം നമ്മൾ തീയൊക്കെ സിമ്മിൽ വെച്ചേക്കുവാണ്. സിമ്മിൽ വെച്ചിട്ട് അതൊക്കെ അങ്ങോട്ട് വേട്ടെ കേട്ടോ. നമ്മൾ കോഴിക്കറി റെഡിയായി. അതിലുണ്ട് ശർക്കര തേങ്ങാപ്പാൽ ശകലം മതി കേട്ടോ. നമുക്ക് ചാറിന് വേണ്ട ആവശ്യമുണ്ട് തേങ്ങാപ്പാൽ. ഒഴിച്ചാൽ ഇതൊന്നുകൂടി തിളച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി. ഇച്ചിരി കൊതി വന്നിട്ട് ചോദിച്ചു. പൊടി ഉണ്ടോ? അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും. കറി കറിയായി കേട്ടോ. നമുക്ക് ഓഫ് ചെയ്ത് വെക്കുന്നത്. തിരിച്ചിട്ട് നമുക്ക് 2 ചാനലിൽ ഇട്ട് വെക്കാം കേട്ടോ. രണ്ട് നമുക്ക് എടുക്കാൻ നേരത്ത് അങ്ങ് ഇളക്കിയിട്ട് അങ്ങ് എടുത്താൽ മതി. പിന്നെ ചുമ്മാ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. കുറച്ച്
അടുപ്പും കര കയറിയിരുന്ന പിന്നെ പനി കണ്ട് രുചി നിർത്തില്ല കേട്ടോ. കുഴപ്പമില്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ.